ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ലീഫ് എന്ന ടോപ്പിക്കുമായാണ്. സിമ്പിൾ ലീഫ്, കോമ്പൗണ്ട് ലീഫ്, അതിൻ്റെ തന്നെ രണ്ട് ടൈപ്പായ പിന്നേറ്റ് ലീഫ് ആൻഡ് പാമേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫ് എന്നീ രണ്ട് ടൈപ്പ് ലീവ്സും അതിൻ്റെ എക്സാമ്പിൾ സഹിതമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ലീവ്സ് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്: സിമ്പിൾ ലീഫ് ആൻഡ് കോമ്പൗണ്ട് ലീഫ്. ഇപ്പം നമ്മൾ കാണുന്നത് സിമ്പിൾ ലീഫാണ്. അതായത് ഒരു നോഡിൽ നിന്നും ഒരു ലീഫ്, ആ ലീഫിൽ ഒരൊറ്റ ലാമിന മാത്രമേ കാണത്തുള്ളൂ. ലാമിന എന്താണെന്ന് അറിയാം, ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷൻ. അപ്പോൾ സിംഗിൾ ലാമിന ഉള്ള ലീവ്സുകളെയാണ് സിമ്പിൾ ലീഫ് എന്ന് പറയുന്നത്. സിമ്പിൾ ലീഫ് വിത്ത് സിംഗിൾ ലാമിന, ഒരു ലാമിന മാത്രമുള്ള, ഒരു ഇലയുടെ പരന്ന ഭാഗം മാത്രമുള്ള, ലാമിന മാത്രമുള്ള ലീഫുകളെ സിമ്പിൾ ലീഫ് എന്ന് പറയുന്നു. മരച്ചീനിയിൽ കാണപ്പെടുന്നതും മാവിൽ കാണപ്പെടുന്നതും ചെമ്പരത്തിയിൽ കാണപ്പെടുന്നതും വാഴയിൽ കാണപ്പെടുന്നതും എല്ലാം തന്നെ സിമ്പിൾ ലീഫാണ്. ഇത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ വേപ്പ് അഥവാ നീം. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത സിമ്പിൾ ലീഫല്ല, കോമ്പൗണ്ട് ലീഫാണ്. എന്തുകൊണ്ട് ഇതിനെ കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നു? അതായത് ഒരു നോഡിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഈ ലീഫ് ലെറ്റ്സുകളെ, ചെറിയ ചെറിയ കഷ്ണങ്ങളെ ലീഫ് ലെറ്റ്സ് എന്നാണ് പറയുന്നത്. എല്ലാത്തിനും ചേർത്താണ് നമ്മൾ ഒറ്റ ലീഫായിട്ട് കണക്കാക്കുന്നത്. അതായത് മെയിൻ ലാമിനയുടെ സൈഡിൽ നിന്നും ചില ഇൻസിഷൻ, ചെറിയ ഡീപ്പ് നോച്ചസ് ഉണ്ടായി അത് ബ്രേക്ക് ചെയ്ത് മിഡ്രിബുമായി മീറ്റ് ചെയ്യുന്ന രീതിയിൽ ലീഫ് ലെറ്റ്സ് അഥവാ പിന്നകളായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ ഇത്തരം ലീഫുകളെയാണ് കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. അതായത് ലാമിനയിലെ ഇൻസേഷൻസ് എല്ലാം, ഇൻസേഷൻ മീൻസ് ഡീപ്പായിട്ട് ഇങ്ങനെ നോച്ച് പോലെ കണ്ടില്ല, ഇങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഒരു ലാമിനം മുറിഞ്ഞ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് അത് എന്ത് ചെയ്യുന്നു, അത് മെയിൻ ബെഡ്റൂമുമായി ചേർന്ന് ചെറിയ ചെറിയ ലീഫ് ലെറ്റ്സുകൾ, ചെറിയ ചെറിയ ലീഫുകൾ, അതിനെ ലീഫ് ലെറ്റ്സ് അഥവാ പിന്നകളെന്ന് പറയും. ഇങ്ങനെ ചെറിയ ചെറിയ ലീഫ് ലെറ്റ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇത്തരം ലീഫുകളെ കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നു. നമ്മുടെ വേലിക്കൊന്നയിൽ കാണപ്പെടുന്നതും നെല്ലിമരത്തിൽ കാണപ്പെടുന്നതും മഹാഗണിയിൽ കാണപ്പെടുന്നതും ഇരമ്പൻ പുളി അഥവാ പുളിഞ്ചിയിൽ കാണപ്പെടുന്നതും എല്ലാം തന്നെ കോമ്പൗണ്ട് ലീഫാണ്. കോമ്പൗണ്ട് ലീഫുകൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്: പിന്നേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫ് ആൻഡ് പാമേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫ്. എന്താണ് പിന്നേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫ്? ഒരു ലീഫിൻ്റെ സ്റ്റാക്കിനെ പീറ്റ്യൂൾ എന്ന് പറയുന്നു. എന്നാൽ കോമ്പൗണ്ട് ലീഫിൻ്റെ ഈ സ്റ്റാക്കിനെ, മെയിൻ സ്റ്റാക്കിനെ റാച്ചിസ് എന്നാണ് പറയുന്നത്. റാച്ചിസിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് ലീഫ് ലെറ്റ്സ് അഥവാ പിന്നേഴ്സ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇത്തരം കോമ്പൗണ്ട് ലീഫിനെ പിന്നേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നു. ഹിയർ ദ ലീഫ് ലെറ്റ്സ് ഓർ പിന്നാസ് ആർ അറേഞ്ചിങ് ബോത്ത് സൈഡ്സ് ഓഫ് മെയിൻ സ്റ്റാക്ക് കാൾഡ് റാച്ചിസ്. റാച്ചിസിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ലീഫ് ലെറ്റ്സിനെ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇത്തരം കോമ്പൗണ്ട് ലീഫിനെ പിന്നേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നു. പിന്നേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫിൻ്റെ എൻഡിൽ രണ്ട് ലീഫ് ലെറ്റ്സിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത്തരം പിന്നേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫിനെ പാരിപ്പിന്നേറ്റ് എന്നും, പിന്നേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫിൻ്റെ ലീഫ് ലെറ്റ്സുകളുടെ എണ്ണത്തിൽ ടിപ്പിലായിട്ട് സിംഗിൾ ലീഫ് ലെറ്റ് ആയിട്ടാണ് അവസാനിക്കുന്നതെങ്കിൽ ഇത്തരം പിന്നേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫിനെ ഇംപാരിപ്പിന്നേറ്റ് എന്ന് പറയുന്നു. പാരിപ്പിന്നേറ്റും ഇംപാരിപ്പിന്നേറ്റും നമുക്ക് +2 ലെവലിൽ പഠിക്കാനില്ല, ഡിഗ്രി തൊട്ടാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ കാണുന്ന പ്ലാന്റാണ് ഇലവുമരം അഥവാ പഞ്ഞിക്കാമരം. ഇംഗ്ലീഷിൽ സിൽക്ക് കോട്ടൺ ഓർ ബൊംബാക്സ് എന്നറിയപ്പെടുന്നു. കണ്ടാൽ മരച്ചീനിയുടെ ഇലയുമായിട്ട് സാദൃശ്യം തോന്നുമെങ്കിലും ഇതൊരു കോമ്പൗണ്ട് ലീഫാണ്. ഈ കോമ്പൗണ്ട് ലീഫിൻ്റെ ടൈപ്പാണ് പാമേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫ്. എന്തുകൊണ്ട് പാമേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നു? മെയിൻ റാക്കിസിൻ്റെ ടിപ്പിലായിട്ടാണ് ലീഫ് ലെറ്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹിയർ ദ ലീഫ് ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ മെയിൻ സ്റ്റാക്ക് റാച്ചിസ്. റാച്ചിസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ലീഫ് ലെറ്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതായത് നമ്മുടെ കൈപ്പത്തിയിൽ, പാമിൽ ഫിംഗേഴ്സ് എങ്ങനെയാണോ കാണപ്പെടുന്നത് അതേപോലെ റാച്ചിസിൻ്റെ ടിപ്പിലായിട്ട് ബാക്കി ലീഫ് ലെറ്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം കോമ്പൗണ്ട് ലീഫുകളെ പാമേറ്റ് ലീഫ് കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. റാച്ചസിൻ്റെ ടിപ്പിലായിട്ടായിരിക്കും എല്ലാ ലീഫ് ലെറ്റ്സും അറേഞ്ച് ചെയ്യുന്നത്. എക്സാമ്പിൾ ബൊംബാക്സ് അഥവാ സിൽക്ക് കോട്ടൺ. കോമ്പൗണ്ട് ലീഫ് പഠിച്ചപ്പോൾ സംശയം വന്ന് കാണും, എന്തുകൊണ്ട് മരച്ചീനി കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞില്ല, സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞു? കാരണം ഇതിൻ്റെ മെയിൻ ലാമിനയിലേക്കുള്ള ഇൻസിഷൻസ് കണ്ടല്ലോ നിങ്ങൾ, ചെറിയ ചെറിയ ഇൻസിഷൻ വന്ന് ഓരോ ലീഫ് ലെറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ആ ഇൻസിഷൻ പൂർണ്ണമായിട്ടും മിഡ്രിബിലേക്ക് മീറ്റ് ചെയ്യുന്നില്ല. ഏകദേശം ഒരു മിഡ്രിബിന് അടുത്ത്, സെൻറ്ററിലോട് അടുത്ത് വെച്ചിട്ട് അതിങ്ങനെ ഇൻസെഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അത് ഫുള്ളായിട്ട് ആ ഇൻസെഷൻ വന്ന് മെയിൻ മിഡ്രിബിൽ മീറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇത് ഓരോ ലീഫ് ലെറ്റ്സ് ആയിട്ട് മാറുകയും ഇതിനെ കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുകയും ചെയ്യുമായിരുന്നു.
എന്നാൽ ഇവിടെ ആ ഇൻസിഷൻ മെയിൻ മിഡ്രിബിലേക്ക് മീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ സിമ്പിൾ ലീഫായിട്ട് കണക്കാക്കുന്നത്. ഇത് തന്നെയാണ് പപ്പായയുടെ ഇലയിലും കാണപ്പെടുന്നത്. പപ്പായയുടെ ഇലയും സിമ്പിൾ ലീഫാണ്. എല്ലാ സ്റ്റുഡൻസിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ്സ് ആയ സിമ്പിൾ ലീഫ്, കോമ്പൗണ്ട് ലീഫ് എന്താണെന്നും കോമ്പൗണ്ട് ലീഫിൻ്റെ 2 ടൈപ്പായ പിന്നേറ്റ്ലി ആൻഡ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്നിവ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.